ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു നിർത്തുന്നത്? യെസ്, നമ്മൾ ലാസ്റ്റ് യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു അല്ലേ. ഇപ്പം എന്താണ്, ഏത് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ സൊസൈറ്റി ഡെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് മക്കളെ ഞാൻ പറയാൻ വന്നത്? എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്തടുത്ത് വരാറായി അല്ലേ. അപ്പോൾ എന്താണ്, എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്ത്, നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ആ ലാംഗ്വേജിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? നന്നായിട്ട് റീഡ് ചെയ്യണം അല്ലേ. നമ്മുടെ റീഡിങ് കപ്പാസിറ്റി നന്നായിട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കല്ലേ. നമ്മുടെ സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. അത് റീഡിംഗ് ആയാലും റൈറ്റിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും ഈ 3 സ്കിൽസ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ ലാംഗ്വേജിലൂടെ നമുക്ക് എല്ലാ എന്താ പറയുക എക്സാംസിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. അതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ സിമ്പിളായ ഒരു ചാപ്റ്ററാണ്. നമുക്ക് നേരെ ധാര എഴുതിയേക്കുന്നത് നോക്കാം. യെസ്, ഈ ചാപ്റ്ററിൻ്റെ ഉടമ ആരാണ്? ആൻഡ്രൂ മൈക്കൽ സുള്ളിവൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഥറാണ്. കുറച്ചുകൂടി എന്താണ്, അദ്ദേഹം പല കാര്യങ്ങളും ഈ ലോകത്തോട് വിളിച്ചു പറയാൻ, അതായത് നമ്മുടെ പൊതുവിൽ ഇന്ന് സമൂഹത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റവും ഭംഗിയായി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയാലോ. ആൻഡ്രൂ മൈക്കൽ സുള്ളിവൻ ഈസ് എ ബ്രിട്ടീഷ് ഓഥർ, എഡിറ്റർ ആൻഡ് ബ്ലോഗർ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എവിടെയുള്ള ആളാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആളാണ്. അദ്ദേഹം എന്തൊക്കെയാണ്? ഓഥറാണ്, എഡിറ്ററാണ്, ബ്ലോഗറാണ്, ഒക്കെയാണ് അല്ലേ. ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ കമൻറ്റേറ്റർ ആൻഡ് sensational lecturer. Sullivan's writing is known for its excellent journalistic insight and heavy use of imagery. This article on the iPod generation appeared in the Times Online on February 20, 2005. അല്ലേ, എന്താ പറഞ്ഞേക്കുന്നത്? അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ ചാപ്റ്റർ അതെന്താണ്? അതൊരു ആർട്ടിക്കിളാണ് അല്ലേ. ആ ആർട്ടിക്കിളിൻ്റെ പേരെന്താണ്? ഇതാ, ഐപോഡ് ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അത് ഏതിലാണ് വന്നത്? ദ ടൈംസ് ഓൺലൈനിലാണ് അത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലേ. എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ദ ടൈംസ് ഓൺലൈനിൽ. ഏത് കൊല്ലം? 2005 ഫെബ്രുവരി മാസം 20-ാം തീയതി വന്ന ഒരു ആർട്ടിക്കിളാണത്. ടൈംസ് ഓൺലൈനിൻ്റെ ആർട്ടിക്കിളായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? യെസ്, നമ്മുടെ ആൻഡ്രൂ മൈക്കൽ സുള്ളിവൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നോക്കാലോ. നേരെ നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ തുടങ്ങുന്നത്. I was visiting New York last week and noticed something I had never thought I had seen about the city. Yes, nightlife is pretty much dead and I am in no way the first to notice that, but day life, that insane mishmash of yells, chatter, hustle and chatter was a little different. It was creature. Manhattan's downtown is now a Disney-like string of malls, riverside parks and pretty upper middle class villages. But there was something else, and as I looked across the thrones on the pavements, I began to see why. There were little white wires hanging down from their ears, all checked into pockets, purses or jackets. The eyes were a little vacant. Each was in his or her own musical world, working to their soundtrack. Stars in their own music video, almost oblivious to the world around them. These are the iPod people. Yes, iPod people ന് വേണ്ടിയിട്ടുള്ള iPod people നെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മളോട് ആര് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു? നമ്മുടെ ഓഥർ നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ? നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ്, നമുക്ക് ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, I was visiting New York last week and noticed something
I noticed something I had never thought I had say about the city. അല്ലേ, എന്താ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ അല്ലേ ഞാൻ എന്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ന്യൂയോർക്ക് സിറ്റി ലാസ്റ്റ് അല്ലെ കഴിഞ്ഞ ആഴ്ച വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ആ നഗരത്തെക്കുറിച്ച് പക്ഷെ പറയാൻ ആഗ്രഹിക്കാത്ത പലതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്, നൈറ്റ് ലൈഫ് ഈസ് പ്രിറ്റി മച്ച് ഡെഡ് ആൻഡ് ഐ ആം ഇൻ നോ വേ അല്ലേ. യെസ്, നൈറ്റ് ലൈഫ് ഈസ് പ്രിറ്റി മച്ച് ഡെഡ് ആൻഡ് ഐ ആം ഇൻ നോ വേ ദ ഫസ്റ്റ് നോട്ടീസ് ദാറ്റ്. എന്താണ്, ആ നഗരത്തിലെ രാത്രി തികച്ചും നിർജീവമായിരുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോട്ടീസ്, ആ നഗരത്തിലെ രാത്രി ശരിക്കും നമുക്ക് നിർജീവമായിട്ട് തോന്നുവാൻ. ആൻഡ് ഐ ആം ഇൻ നോ വേ ദ ഫസ്റ്റ് ടു നോട്ടീസ് ദാറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഈ കാര്യം ഞാൻ മാത്രമല്ല ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നത്, മറ്റു പലരും ചിലപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താ അദ്ദേഹം പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയാൻ ആഗ്രഹിക്കാത്ത പലതും ഞാൻ ആ നാട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള പറയുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒന്ന് ഡെഡായ ഒരു അവസ്ഥയിലാണുള്ളത്. എന്താ പറയുന്നത്, ഇത് ഞാൻ മാത്രമല്ല മറ്റു പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. But day life, that insane mishmash of yells, chatter, hustle and chutzpah was a little different. It was quieter എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, അവിടുത്തെ പകൽ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, അത് എന്താ പറയുക ബഹളങ്ങളുടേത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ചാറ്ററിൻ്റെത്, അസ്റ്റിൽ എന്ന് പറയുന്നതല്ലേ ബഹളങ്ങൾ, പിറുപിറുക്കൽ, പിന്നെ ഭ്രാന്തമായ കൂട്ടിക്കുഴക്കപ്പെട്ടിട്ടുള്ള ഒക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുള്ള ഒന്നാണ് എന്നുള്ളതാണ്. കാരണം ന്യൂയോർക്കാണ് സിറ്റി. ആ ന്യൂയോർക്ക് സിറ്റിയിൽ രാവിലെ നല്ല തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കിൻ്റെയും ഒച്ചയുടെയും ബഹളത്തിൻ്റെയും മറ്റ് വർത്തമാനങ്ങളുടെയും ഒക്കെ പലതരത്തിലുള്ള ശബ്ദങ്ങളുടെ കൂടിക്കുഴയിലായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് പോലെ അദ്ദേഹം തോന്നുന്നു. പക്ഷെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞത് സ്റ്റിൽ ഡെഡ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം അതെന്തിനാണ് അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക് അങ്ങനെ പറയാൻ വേണ്ടി എത്തിയെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. Manhattan downtown is now a Disney-like a string of malls, riverside parks and pretty upper middle class villages അല്ലേ. എന്താ പറയുന്നത്, ഇവിടെ മാൻഹാട്ടൻ ഡൗൺ ടൗൺ ഉണ്ടല്ലോ, അതായത് മാൻഹാട്ടൻ നഗരം അല്ലേ, ആ ഒരു അതിൻ്റെ നഗരത്തിൻ്റെ ഡൗൺ ടൗൺ അല്ലെങ്കിൽ താഴെയുള്ള നിരത്തുകൾ അല്ലെങ്കിൽ മറ്റുള്ള സിഡ്നിയിൽ മാത്രമായിട്ടുള്ള എന്നുള്ള വ്യാപാര കേന്ദ്രങ്ങളാണ് അല്ലേ, സ്ട്രിങ് ഓഫ് മാൾസ് അല്ലെ, സിഡ്നി ലൈക്ക് അല്ലെ, സിഡ്നിയിൽ മാത്രമായിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എന്താണ് റിവേഴ്സൈഡ് പാർക്സ് അല്ലേ, നദിക്കരയിലെ പാർക്കുകൾ, പിന്നെ എന്താണ് പ്രിറ്റി അപ്പർ മിഡിൽ ക്ലാസ് വില്ലേജസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ എന്താ പറയുക ഉന്നത വർഗ്ഗക്കാരുടെ ഗ്രാമമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് അല്ലെ, പ്രിറ്റി അപ്പർ മിഡിൽ ക്ലാസ് വില്ലേജസ് അല്ലെ, ഉന്നത വർഗ്ഗക്കാരുടെ അവരൊക്കെ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന ഒരു ഗ്രാമവും അവിടെ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. But there was something else, and as I looked across the thrones on the pavements, I began to see why അല്ലേ. പക്ഷെ അവിടെ എന്തൊക്കെയോ അല്ലേ, സംതിങ് എൽസ് അല്ലേ, അവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ദർ വാസ് സംതിങ് എൽസ് അല്ലെ, എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നടപ്പാതെ അല്ലേ. ആൻഡ് ആസ് ഐ ലുക്ക്ഡ് അക്രോസ് ദ ത്രോൺസ് ഓൺ ദ പേയ്മെൻറ്റ്സ് അറിയാലോ നടപ്പാതെ അല്ലേ, ഐ ബിഗിൻ ടു സീ വൈ എന്നുള്ളതാണ്. എന്താണ്, ആ നടപ്പാതയിലെ ആളുകൾക്കിടയിലൂടെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു മാറ്റം എന്താണെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അത് നോക്കാം. അതാണ് കേട്ടോ അടുത്ത പോയിൻ്റായിട്ട് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. There were little white wires hanging down from their ears and tucked into pockets, purses or jackets. എന്താണ്, the eyes were little vacant. എന്താ പറയണ അവിടെ കാണാൻ എനിക്കാണ് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു ലിറ്റിൽ വൈറ്റ് വയേഴ്സ് ആണ് അല്ലേ, ഒരു വെളുത്ത വൈറ്റ് വയേഴ്സൊക്കെ ഹാങ്ങിങ് ഡൗൺ ഫ്രം ദിയർ ഇയേഴ്സ്. അവരുടെ ചെവിയിൽ നിന്ന് ഊർന്നു വരുന്ന ഒരു വെളുത്ത
വയറുകൾ ഞാൻ കാണുകയാണ്. അതെങ്ങോട്ടേക്കാണ് ടക്ക് ചെയ്ത് വെച്ചേക്കണത്? ഒന്നുകിൽ പോക്കറ്റ്സിലേക്കാണ്, അല്ലെങ്കിൽ പേഴ്സിലേക്കാണ്, അല്ലെങ്കിൽ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെയൊക്കെ അത് ടക്ക് ചെയ്തേക്കണമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ദ ഐസ് വേർ ലിറ്റിൽ വാക്കൻറ്റ് എന്നാണ് അടുത്തത് അല്ലേ. എന്താണ്? കണ്ണുകളൊക്കെ ശൂന്യമാണ് അല്ലേ. എല്ലാം ശൂന്യമായ കണ്ണുകളാണ് അവൻ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഈച്ച് വാസ് ഇൻ ഹിസ് ഓൺ ഹെർ ഓൺ മ്യൂസിക്കൽ വേൾഡ് വാക്കിംഗ് ടു ദെയർ സൗണ്ട് ട്രാക്ക് സ്റ്റാർ ഇൻ ചെയർ ഓൺ മ്യൂസിക് വീഡിയോ അല്ലേ. എന്താ പറയുന്നത്? അവിടെ ഓരോരുത്തരല്ലേ, ഓരോ മനുഷ്യരല്ലേ, അവനോ അവളോ ആരോ ആവട്ടെ, അവർ ഓരോ മനുഷ്യരും അവരുടേതായ മ്യൂസിക് ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക സംഗീത ലോകത്ത് അല്ലെ വോക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്നും അവരറിയുന്നില്ല, ആ സംഗീതം അല്ലാണ്ട് മറ്റൊന്നും അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഈച്ച് വാസ് ഹിസ് ഓർ ഹർ ഓൺ മ്യൂസിക്കൽ വേർഡ് വാക്കിംഗ് ടു ദിയർ സൗണ്ട് ട്രാക്ക് സ്റ്റാർ ഈസ് ഇൻ ദിയർ ഓൺ മ്യൂസിക് വീഡിയോ ഓൾമോസ്റ്റ് ഒബ്ലിവിയസ് ടു ദ വേൾഡ് അറൗണ്ട് ദം ദ ഐപോഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? അവരെല്ലാം അവരുടേത് മാത്രമായ സംഗീത ലോകത്തേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ടായി, മറ്റൊന്നും അവർ അറിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഐപോഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ രണ്ട് പാരഗ്രാഫ് ഇതിനു വേണ്ടി പറഞ്ഞത് ഈ മൂന്നാമത്തെ പാരഗ്രാഫിലെ ഈ ഒരു ഐപോഡ് പീപ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഐപോഡ് പീപ്പിൾ? പുതിയ കാലഘട്ടത്തിൽ ചുറ്റുമുള്ളൊന്നും കാണാതെ ഈ ഒരു നവമാധ്യമ ലോകത്ത് മാത്രം തിങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ രണ്ട് ചെവിയും നിറഞ്ഞ് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇയർഫോണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓരോ ഇയർബഡ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ള ശബ്ദങ്ങൾ പുറത്തുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ ഈ ശബ്ദം മാത്രം സംഗീത ലോകമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സമൂഹത്തിലൊരു സംവാദം പോലും അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ലോകത്തെ ആളുകളെ, ഒരു കൂട്ടം മനുഷ്യർ, ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കൂടുതൽ പെട്ടതായിരിക്കാം, അങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ഐപോഡ് പീപ്പിൾ. ഇദ്ദേഹം 2005 കേട്ടോ ഇത് പറയണത്. അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരായിട്ട് ന്യൂയോർക്കിലെ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിനെയാണ് ഐപോഡ് പീപ്പിൾ എന്ന് പറയുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ നേരെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം അല്ലേ. Even without the white wires you can tell who they are. They walk down the street in their own invisible cocoon, bumping into others, tap to small social cues, shutting out anyone not into a bubble എന്നാണ് പറയണത്. എന്താ പറയണേ? അവരിപ്പോൾ നടക്കില്ല. ഈവൻ വിത്തൗട്ട് ദ വൈറ്റ് വയേഴ്സ് യു ക്യാൻ ടെൽ ഹൂ ദേ ആർ അല്ലേ. അതുപോലെ ദേ വാക്ക് ഡൗൺ ദ സ്ട്രീറ്റ് ഇൻ ദിയർ ഓൺ MP3 cocoon അല്ലേ. MP3 cocoon, bumping into others, deaf to small social cause, shutting out anyone not into a bubble എന്നാണ് പറയുന്നത്. ആ വെളുത്ത വയറുകൾ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവരാരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും അല്ലേ. ഓരോരുത്തരും തെരുവിലൂടെ നടന്ന് നീങ്ങുന്നത് അല്ലെങ്കിൽ ആ സ്ട്രീറ്റിലൂടെ നടന്ന് നീങ്ങുന്നത് എന്തായിട്ടാണെന്നാ പറയുന്നത്? അവരുടെ സ്വന്തം കൊക്കൂണുകളായിട്ടാണ് അവർ നടന്ന് നീങ്ങുന്നത്, അല്ലാതെ അവർ മറ്റൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഓഥർ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. ആ യാത്രയിൽ അവർ പലരുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ടാവാം അല്ലേ, കൂട്ടിമുട്ടുന്നുണ്ട്, എന്നാൽ അവർക്ക് മറ്റൊന്നും തന്നെ കേൾക്കുന്നില്ല. അവർ ഡെഫാണ്, അവർ മറ്റൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ഡെഫാണ് അല്ലേ. ഡെഫ് ടു സ്മോൾ സോഷ്യൽ ക്യൂസ് അല്ലേ. അവർ കേൾക്കുന്നില്ല, മറ്റൊന്നും തന്നെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവർ ചേരുന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് നേരെ അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. Every now and again some start unconsciously emitting strange tuneless squawks like badly tuned radio, and your fingers snap out your arms twitch to some strange soundless rhythm. When others say excuse me, there is no response. I ditto. It's strange to be among so many people and hear so little, except that each one is hearing so much. Yes, I might as well own up I'm one of them. I witness the glazed New York looks through my own glazed pupils, my white wires peeping out of my ears. I joined the cult a few years ago, the sect of the little white box worshippers.
others became as I did with a Walkman and then a kind of clinker MP3 player. എന്താ ഇവിടെ പറയുന്നത്? Every now and again some start unconsciously imitating strange tuneless quacks like badly tuned radio, and their fingers snap out their arms switch to some strange soundless rhythm എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത് ഇവിടെ? അവർ നടക്കുവാണല്ലോ, അവരിതും കേട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അപരിചിതമായിട്ടുള്ള പല ശബ്ദങ്ങളും അല്ലേ പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലേ. അവരിങ്ങനെ ഇതും കേട്ട് നടക്കുമ്പോൾ അവരറിയണില്ല, അവരിങ്ങനെ അപരിചിതമായിട്ടുള്ള പല ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഏതോ ഒരു താളത്തിനനുസരിച്ച് അവരുടെ കൈവിരലുകളെല്ലാം തന്നെ ഇങ്ങനെ എന്താ പറയുക ചലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അല്ലേ. ആ സമയത്ത് എന്താണ് വെൻ അതേഴ്സ് സേ എക്സ്ക്യൂസ് മീ ദർ ഇസ് നോ റെസ്പോൺസ് ഹായ് ജിറ്റോ ഇറ്റ്സ് ട്രെയിൻ സ്വിമ്മിങ് മെനി പീപ്പിൾ ആൻഡ് ഫിയർ സോ ലിറ്റിൽ അക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഹിയറിങ് സോ മച്ച് എന്നാണ് പറയുന്നത്. അങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല ആളും എക്സ്ക്യൂസ് മീ, ഹെല്ലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാവും. ഒന്ന് പോകാൻ വേണ്ടി വഴി മാറാൻ വേണ്ടി എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടാവാം അല്ലേ. ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല കേട്ടോ, ഇതിങ്ങനെ നടക്കുന്നത് അവരും പറയുന്നുണ്ടാവും, മറ്റുള്ള ആൾക്കാർ അവരുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇതൊന്നും പക്ഷെ ഇവർ കേൾക്കുന്നില്ല, പലതും മനസ്സിലാക്കാൻ കണ്ട് അവരും കൂടെ മാറി നീങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. എന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്നോ ഹലോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എതിരേൽപ്പ്, അതായത് തിരിച്ചൊരു റെസ്പോൺസും കിട്ടണില്ല എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. തിരിച്ചൊന്നും കിട്ടുന്നില്ല, ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു മറുപടി നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിയ കൂട്ടം ആളുകൾക്കിടയിൽ നിന്നും അല്ലേ, അവയിൽ നിന്നൊരു ഒന്നും കേൾക്കാത്തൊരാളായിട്ട് അല്ലേ, കേൾക്കാത്തൊരാൾക്കൂട്ടമായിട്ട് നമ്മുടെ ആ വലിയ ആൾക്കൂട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഓരോ മനുഷ്യരും അല്ലേ when others excuse me there is no response hide to it's strange to among many people and hear so little എന്നാൽ ഒരുപാട് അവർ കേൾക്കുന്നുണ്ട് അല്ലേ. അക്സെപ്റ്റ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഹിയറിങ് സോ മച്ച് അല്ലേ, അതാ പറയുന്നത് അല്ലേ. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട് അല്ലേ, അത്ര വരെ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ് ഐ മൈറ്റ് ആസ് വെൽ ഓൺ അപ്പ് ഐ ആം വൺ ഓഫ് ദം അല്ലേ. എനിക്കൊരു കാര്യം പറയാണ്ട് ഞാനും അവരിലുള്ള ഒരാളാണ് അല്ലേ, അവരിലുള്ള ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ആം വൺ ഓഫ് ദം അല്ലേ, ഞാൻ അതിലുള്ള ഒരാളാണെന്നാണ് ഇദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. I witnessed the glazed New York looks through my own glazed people, my white fires peeping out of my ears അല്ലേ. ഞാൻ അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ആ ന്യൂയോർക്ക് സിറ്റിയെ പറ്റിയിട്ട് ആലോചിക്കുകയും അവരുടെ മനുഷ്യരെല്ലാം തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അല്ലേ എന്താണ് ആ വൈറ്റ് വയർ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് അല്ലെങ്കിൽ പീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഐ ജോയിൻഡ് ദ കൾട്ട് എ ഫ്യൂ ഇയേഴ്സ് ഗോ ദ സെക്ട് ഓഫ് ദി ലിറ്റിൽ വൈറ്റ് വർഷിപ്പേഴ്സ് others begin as I did with a Walkman and then a kind of clunkier MP3 player എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്താ അദ്ദേഹം പറയണത്? മറ്റുള്ള ആളുകൾ അല്ലേ ഐ വിറ്റ്നസ് ഗ്ലാൻസ് അത് പറഞ്ഞല്ലോ നമ്മൾ. ഐ ജോയിൻ ദ കൾട്ട് എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്താണ്, ഞാനും കുറച്ച് വർഷം മുന്നാണ് ഈ ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് പോയത്. ഞാനും കുറച്ച് വർഷം മുന്നേ ഈ പണി തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. ഈ വെള്ള വയർ തൂക്കിയിട്ട് കിടക്കുന്ന പണി ഞാനും കുറച്ച് മുന്നേ തുടങ്ങിയതാണ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താ പറയണത്, അങ്ങനെയുള്ള ആളുകൾ അല്ലേ. ഐ ജോയിൻ ദ കൾട്ട് എ ഫ്യൂ ഇയേഴ്സ് എഗോ ദ സെക്ട് ഓഫ് ദ ലിറ്റിൽ വയർ വോക്സ് അതേഴ്സ് ബിഗെയിൻ ആസ് ഐ ഡിഡ് വിത്ത് എ വാക്ക്മാൻ ആൻഡ് എ കൈൻഡ് ഓഫ് ക്ലങ്കിയർ MP3 പ്ലെയർ എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റുള്ളവർ ഈ വാക്ക്മാനിലൊക്കെ തുടങ്ങിയ കാര്യമുണ്ടല്ലോ, മറ്റുള്ള ആൾക്കാർ ഈ വാക്ക്മാനിലൊക്കെ തുടങ്ങിയ കാര്യം ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. ഞാനും അങ്ങനെ തന്നെയൊക്കെ തുടങ്ങിയിട്ടത്. പിന്നെ എന്താണ്, ഞാൻ എന്ത് വാങ്ങി, MP3 വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ അല്ലേ, ഇത്ര വരെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം അല്ലേ. ഓക്കെ, ബട്ട് ദിസ് sleekness of the iPod won me over. Unlike other model, it gave me my entry music collection to rearrange as I saw fit on the fly. In my pocket
What was once an occasional musical diversion became a compulsive obsession എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുന്നത്? അദ്ദേഹം ഇവിടെ പറയുന്നത് ബട്ട് ദീസ് ലേക്നെസ് ഓഫ് ദ ഐപോഡ് വോൺ മീ ഓവർ എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഐപോഡിൻ്റെ മെച്ചങ്ങളുണ്ടല്ലോ, അതാണ് എന്നിൽ വിജയം നേടി തുടങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അൺലൈക്ക് അതർ മോഡൽസ് ഇറ്റ് ഗേവ് മീ മൈ എൻറ്റയർ മ്യൂസിക് കളക്ഷൻ ടു റീഅറേഞ്ച് ആസ് ഐ സോ ഫിറ്റ് ഓൺ ദ ഫ്ലൈ ഇൻ മൈ പോക്കറ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പാട്ടുകളെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ. എന്താ പറയുക, ഈ ഒരു ഐപോഡ് വന്നതോട് കൂടിയിട്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതൊക്കെ എനിക്ക് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് വാസ് എ വൺസ് ഒക്കേഷൻ മ്യൂസിക്കൽ ഡൈവേർഷൻ ബിക്കം കമ്പൽസീവ് ഒബ്സഷൻ എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ ആദ്യ ഇടയ്ക്കൊക്കെയാണ് ഞാൻ ആ സംഗീത ലോകത്തേക്ക് പോയിട്ടുള്ളത്. പിന്നീട് എനിക്ക് അത് പ്രതിരോധിക്കാൻ പറ്റാത്ത അത്രയും വിധം ഞാൻ അതിൽ വീണു പോയി, അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ആൻഡ് ലൈക്ക് ഓൾ അഡിക്റ്റീവ് കൾസ് ഇറ്റ്സ് സ്പ്രെഡിങ് അല്ലേ. എന്താ പറയുന്നത്? എല്ലാവിധത്തിലുള്ള അടിമത്തത്തെ പോലെ ഇതും വ്യാപിച്ചു അല്ലെ, സ്പ്രെഡ് ചെയ്തു എന്നുള്ള പറയുന്നത് അല്ലേ, വ്യാപിച്ചു എന്നാണ്. വാക്ക് ത്രൂ എനി എയർപോർട്ട് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് these days and you will see person after person gliding through the social either as if on autopilot. എന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങൾ യൂറോപ്പിലെ ഏത് എയർപോർട്ടിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഡോണ്ട് ആസ്ക്, ഡോണ്ട് ടെൽ, ഡോണ്ട് ഓവർ ഹിയർ, ഡോണ്ട് ഒബ്സർവ്, ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. നമ്മൾ ആ യൂറോപ്പിനകത്തുള്ള എല്ലാ എയർപോർട്ടിനകത്തോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ എന്താണ്, നമ്മൾ ഇത്തരക്കാരെ കാണുമ്പോൾ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്? ചോദിക്കരുത്, പറയരുത്, മാറി നിൽക്കരുത്, മാറി നിന്ന് കേൾക്കരുത്, അല്ലെങ്കിൽ നിരീക്ഷിക്കരുത്, അല്ലെങ്കിൽ പാട്ട് തുടങ്ങുക പിന്നെ നിർത്തുക അല്ലെ. ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. നമ്മൾ ജസ്റ്റ് ഇത് ഓണാക്കുക, കേൾക്കുക, പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ആൾക്കാരോടൊന്നും മിണ്ടരുത്, പറയരുത്, ഒന്നും നമ്മൾ കാണരുത്, കേൾക്കരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് യൂറോപ്പിലെ എയർപോർട്ട് പോലും മാറിയിട്ടുള്ളത്. അങ്ങനെയാണ് അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗം നോക്കാം. It would not be so worrying if it were part of something even bigger. You get your news from your favorite blogs, the ones what won't challenge your view of the world. You tune small markets for new age of fantasies. Fanatics, live real talks or modern rock. Television is all cable. Your cell phones can receive email feeds of your favorite blogger latest thoughts seconds after he has posted them, or get sports scores for your team. Technology has begun as a universe entirely for ourselves. This serendipity of meeting a new strange while hearing a piece of music we would never choose ourselves for an opinion that might force us to change our minds about something or fictively banished. Okay, എന്താ അദ്ദേഹം ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്? It would be so worrying if it were a part of something even bigger എന്നതാണ്. ഇതൊരു വലിയൊരു കാര്യത്തിൻ്റെ ഭാഗമല്ലാതെയാണ് എന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് അല്ലേ. അതായത് നമ്മളിത് നോക്കി, ഇറ്റ് വുഡ് ബി സോ വറിയിങ് ഇഫ് ഇറ്റ് വാ നോട്ട് പാർട്ട് ഓഫ് ഇവൺ ബിഗർ അല്ലേ. ഇതൊരു വലിയ കാര്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത്. യു ഗെറ്റ് യുവർ ന്യൂസ് ഫ്രം യുവർ ഫേവറേറ്റ് ബ്ലോഗ്സ് അല്ലേ. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലോഗുകളിൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട് അല്ലേ. ones that won't challenge your view of the world എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്? നമ്മുടെ
you tune into a satellite radio service that also aims directly at a small market of new age fanatics, liberal talks or modern rocks. ടെലിവിഷൻ ഈസ് ഓൾ കേബിൾ എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത് ഇവിടെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലോഗുകളിൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവ ഒരിക്കലും ഒരു വെല്ലുവിളിയേ ആകുന്നില്ല. നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവ ഒരിക്കലും ഒരു വെല്ലുവിളി ആകുന്നില്ല. നമ്മോട് നേരിട്ട് നമ്മൾ നേരിട്ട് സംവേദനം നടത്തുന്ന കൃത്രിമോപഗ്രഹം, റേഡിയോ സംഭാഷണ പരിപാടികൾ എല്ലാം നാം തുറന്നെടുക്കുന്നുണ്ട് അല്ലേ? കൃത്രിമോപഗ്രഹം തരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ടെലിവിഷൻ കേബിൾ വഴിയുള്ള കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാം നമ്മൾ തുറന്ന് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. പിന്നെ എന്താണ്? ടെലിവിഷനും കേബിൾ വഴിയുള്ളതാണ് അല്ലേ? ടെലിവിഷൻ എങ്ങനെയാണ്? കേബിൾ വഴിയുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത്? യുവർ സെൽഫോൺസ് ക്യാൻ റിസീവ് ഇമെയിൽസ് അല്ലേ? യുവർ സെൽഫോൺസ് ക്യാൻ റിസീവ് ഇമെയിൽസ് ഫീഡ് ഓഫ് യുവർ ഫേവറേറ്റ് ബ്ലോഗർ ലേറ്റസ്റ്റ് തോട്ട് സെക്കൻഡ്സ് ആഫ്റ്റർ ഹാസ് പോസ്റ്റഡ് ദം ആൻഡ് ഗെറ്റ് വോട്ട് സ്കോർഡ് യുവർ ടീം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് നമ്മുടെ സെൽഫോൺസിലൂടെ അല്ലേ? സെൽഫോൺസിലൂടെ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്, ഇമെയിൽസിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇമെയിലായിട്ട് നമുക്ക് ഫോണിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അഥവാ നമ്മുടെ എന്താണ് ഈ പറയുന്ന ടെക്നോളജി ഹാസ് ഗിവൺ ആസ് യൂണിവേഴ്സ് എൻറ്റയർലി ഫോർ അവർ സെൽഫ്സ് ദ സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. എന്താ പറയുന്നത്? ഒരു അപരിചിതനെ ഭാഗ്യവശാൽ കാണുന്ന ആ ഒരു പ്രതീതിയോട് കൂടിയിട്ട് അല്ലേ കണ്ടുമുട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കാത്ത പുതിയ ഗാനങ്ങൾ അല്ലേ, പീസ് ഓഫ് മ്യൂസിക് വുഡ് നെവർ ചൂസ് ഫോർ അവർ സെൽഫ്, നമ്മൾ ആഗ്രഹിക്കാത്ത പുതിയ ഗാനങ്ങൾ അല്ലേ, അവയെല്ലാം തന്നെ എന്താണ് ആ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് അല്ലേ. നെവർ ചൂസ് ഫോർ അവർ സെൽഫ് ഓർ ഒപ്പീനിയൻ ദാറ്റ് മൈറ്റ് ഫോഴ്സ് ആസ് ടു ചേഞ്ച് അവർ മൈൻഡ് അബൌട്ട് സംതിങ് ആർ ഓൾ എഫക്റ്റീവ്ലി ബാനിഷ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ എന്താ പറയുക നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. നമ്മുടെ ഈ ഒപ്പീനിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് ആണെങ്കിലും നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറിയ ചെറിയ കാര്യത്തിലൂടെ എഫക്റ്റീവായ ബാനിഷിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ. ഓക്കെ, atomization by little white boxes and a cell phone society without the social others who are chosen not matched at random. Human beings have never lived like this before. Yes, we have always had some homes, retreats or places where we went to relax, unwind or shut out the world. But we didn't talk around the world like hermit crabs with other isolation surgically attached. Music was once the preserve of the living room or concert hall. It was something solitary, but it was primarily a shared experience, something that both people together. But music is atomized now as living is, and it is secret that book next to you on the bus could be listening to heavy metal or a Gregorian chant. You will never know, and so bit by bit you will never really know him. I want to know യു എന്നുള്ളതാണ് പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? അറ്റോമൈസേഷൻ ബൈ ലിറ്റിൽ വൈറ്റ് ബോക്സസ് ആൻഡ് സെൽഫോൺസ് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞു തുടങ്ങുന്നത്? അതായത് ഇതൊരു വ്യാപാരമാണ്. ഏൻ്റെയൊക്കെയാണ് നമ്മുടെ ഈ ലിറ്റിൽ വൈറ്റ് ബോക്സസിൻ്റെയും സെൽഫോൺസിൻ്റെയും ഒരു വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. സൊസൈറ്റി വിത്തൗട്ട് ദ സോഷ്യൽ അല്ലെ, എങ്ങനെയാണ് സമൂഹം പോകുന്നത്? സമൂഹമില്ലാത്ത ഒരു സാമൂഹ്യ ജീവികളായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് ആളുകൾക്ക് സാമൂഹികത ഇല്ലാത്ത ഒരു സമൂഹം, അതായത്
നമ്മൾ ആലോചിച്ച മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യർ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെയാണ് സാമൂഹികത ഇല്ലാത്ത സാമൂഹ്യ ജീവികളായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതേഴ്സ് ഹു ആർ ചൂസൺ നോട്ട് മെറ്റ് ഇറ്റ് റാൻഡം ഹ്യൂമൻ ബീയിങ്സ് ഹാവ് നെവർ ലിവ്ഡ് ലൈക്ക് ബിഫോർ ഇയേഴ്സ് വി ഹാവ് ഓൾവേസ് ഹാഡ് ഹോംസ് retreats or places and went to relax and finch or shut on the world. എന്താ പറയണത്, നമുക്ക് മുമ്പ് ഇപ്രകാരമൊന്നും ആയിരുന്നില്ല നമ്മുടെ സമൂഹം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. മുമ്പ് ഇപ്രകാരമല്ലേ, ബിഫോർ അല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ഹാവ് നെവർ ലിവ്ഡ് ലൈക്ക് ദിസ് ബിഫോർ. മുമ്പ് ഇപ്രകാരമല്ല മനുഷ്യൻ ജീവിച്ചത്. യെസ് വി ഹാവ് ഓൾവേസ് ഹാഡ് ഹോംസ് അല്ലേ, നമുക്ക് എന്തുണ്ടായിരുന്നു, നമുക്ക് വീടുകളുണ്ടായിരുന്നു, അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, വിശ്രമം നടത്താനുള്ള ഇടകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുകയാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, ഒരിക്കലും ഇതൊക്കെ ഉണ്ട് അല്ലേ, ഈ ഒരു സ്ഥലത്ത് എല്ലാം ഉണ്ട്. ബട്ട് വി ഡിഡ്ന്റ് വാക്ക് അറൗണ്ട് ദ വേൾഡ് ലൈക്ക് ഹാമിറ്റ് ക്രാബ്സ് വിത്തൗട്ട് ഐസൊലേഷൻ സർജിക്കലി അറ്റാച്ച്ഡ്. പക്ഷെ എന്താണ്, ഒരിക്കലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് അകന്നു മാറി സന്യാസിമാരെ പോലെ നടക്കാറില്ല എന്നുള്ളതാണ്. ആരും സന്യാസിമാരെ പോലെ, സന്യാസി ഞണ്ടിനെ പോലെയൊന്നും നമ്മൾ നടക്കാറില്ലായിരുന്നു. നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടിയും നമ്മൾ മറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സന്യാസിമാരെ പോലെ നടക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മ്യൂസിക് വാസ് വൺസ് ദ പ്രിസർവ് ഓഫ് ലിവിങ് റൂം ഓഫ് ദ കൺസേൺഡ് ആൾ എന്നുള്ളതാണ് പറയുന്നത്. സ്വീകരണ മുറിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കച്ചേരി നടക്കുന്നിടത്താണെങ്കിലും നമുക്ക് ഇറ്റ് വാസ് സംതിങ് സോൾട്ട് ഫ്രീ but it was primarily a shared experience, something that brought people together എന്നുള്ളതാണ്. ഈ സ്വീകരണ മുറിയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ കച്ചേരി നടക്കുന്ന ഒരു കാലത്ത് സംഗീതം മാത്രം നിറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒറ്റപ്പെട്ട് കണ്ടിരുന്നെങ്കിലും പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ഗാനാനുഭവം പങ്കുവയ്ക്കുമായിരുന്നു എന്നുള്ളതാണ് അല്ലേ. എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ പാട്ടൊക്കെ പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ഈ സംഗീതം ഭയങ്കര രഹസ്യമാണ്. അതായത് ചെവിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രം തിരികെ കേൾക്കുന്ന സംഗീതമാണ്, അത് ഭയങ്കര രഹസ്യമാണ് എന്ന് പറഞ്ഞു. ബസ്സിൽ നമുക്ക് ഇരിക്കാൻ ആളുകൾ എന്ത് സംഗീതമാണ്, നമ്മൾ തൊട്ടടുത്ത് ബസ്സിലിരിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് സംഗീതമാണ് കേൾക്കുന്നത് മറ്റുള്ളവർക്കറിയില്ല, അവരെന്താ കേൾക്കുന്നത് നമുക്കും അറിയില്ല. ക്രമേണ അല്ലേ ഇത് പോയി നമുക്ക് എന്തുണ്ടാവുമെന്ന് പറയുന്ന നമുക്ക് അയാളെക്കുറിച്ച് നിങ്ങൾ അയാളെ അറിയാതെ ആയിത്തീരും അല്ലേ. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിലും അയാളെ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു അപരിചിതനായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അയാളാ വെള്ള വയർ ധരിക്കുന്നത് വഴി അല്ലേ, അയാളാ വൈറ്റ് വയർ ധരിക്കുന്ന വഴി എന്താ പറഞ്ഞൊഴിക്കുന്നത്, നിങ്ങളെ അറിയാൻ അയാൾക്കും ഒരു താല്പര്യമില്ലെന്നാണ് സൂചന അല്ലേ. നമുക്ക് ചില ആൾക്കാരാണ് നമ്മൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് തന്നെ ഇതെടുത്തിട്ട് അങ്ങ് വെക്കും, അപ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എടുത്തു വെക്കുന്നത് എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത്രയും ഭാഗം ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദീസ് അല്ലേ, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ദ ചാൻസ് ടു സ്ലീപ്പ് അവേ ഫോർ എ വൈൽ ഫ്രം എവറിടീനെസ് എന്നുള്ളതാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുള്ള സ്വന്തം സംഗീത ലോകത്ത് മാത്രം അല്ല, ടു ഗിവ് യുവർ ലീവ്സ് ഇറ്റ്സ് ഓൺ സൗണ്ട് ട്രാക്ക് solely till the monotony of the mute, to listen more closely and carefully to music that can lift up one and can keep you going. We become master of our own interest, more connected to people like us over the internet, more instantly in touch with laying we won't need or think or want ആൻഡ് തിങ്ക് വി നീഡ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് അല്ലേ സ്വന്തം സംഗീത ലോകത്ത് മാത്രം വ്യാപിക്കാൻ വേണ്ടിയിട്ട് വ്യാപരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സംഗീത ലോകത്ത് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ താല്പര്യങ്ങൾ മാത്രം അല്ലേ, നമ്മുടെ താല്പര്യങ്ങളുടെ മാത്രം യജമാനൻ ആകുന്നു നാം അല്ലെ, നമ്മുടെ ഇഷ്ടങ്ങളുടെ മാത്രം യജമാനാവുക അല്ലെങ്കിൽ ആളാവുക ആണ് നാം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. നമ്മെപ്പോലെ ഇൻ്റർനെറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കും. നമ്മൾ സൈബർ സ്പേസ് പറഞ്ഞല്ലോ അല്ലേ, നമ്മൾ കൂടുതൽ അങ്ങനെ ബന്ധം സ്ഥാപിച്ച് വരുന്നു എന്നുള്ളതാണ്. ആവശ്യമുള്ളതെല്ലാം നമ്മൾ നേടിയെടുക്കുകയാണ് അല്ലേ. വാണ്ട് ആൻഡ് തിങ്ക് വി നീഡ്,
തിങ് വി വാണ്ട് ആൻഡ് തിങ് വി നീഡ് അല്ലേ, ആവശ്യമുള്ളതെല്ലാം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് എന്താ? ബട്ട് വാട്ട് ആർ വി മിസ്സിങ്, പക്ഷെ എന്തോ ഒന്ന് അല്ലേ നാം ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് എന്താണത് എന്നാ ചോദിക്കുക. That Clarice shared of an overheard conversation that stays with you all day. The child whose stature on the pavement takes you back to your earlier memories. Bird songs, weather as the laughter of the others, and those thoughts that come out by falling your head with selective diversion, but by allowing your mind to wander aimlessly through the regular background noise of human and mechanical life എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? നാം ഇവിടെ എന്താ നഷ്ടപ്പെടുത്തുന്നത്? മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ അല്ലേ, ഹിലാരിയസ് സ്റ്റാൻഡ് ഫോർ ആൻ ഓവർ ഹാഡ് കോൺവെർസേഷൻ ദാറ്റ് സേസ് വിത്ത് യു ഓൾ ഡേ അല്ലേ, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ പരിഹാസ്യമാർന്ന സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും ബാല്യകാലമായിട്ട് നമ്മൾ ഏർലിയർ മെമ്മറീസ് അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്, ഏർലിയർ മെമ്മറീസ്, ആ ഒരു ബാല്യകാല ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ സംസാരം അല്ലേ. പിന്നെ എന്താ പറഞ്ഞ പക്ഷികളുടെ കളകളാരവം, അതാണ് ബേർഡ്സ് അല്ലെ, ബേർഡ് സോങ് അല്ല, പക്ഷികളുടെ കളകളാരവം, കാലാവസ്ഥ, അതുപോലെ തന്നെ എന്താണ് സംഭാഷണ രീതി അല്ലേ, നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് സംഭാഷണ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള രീതികളാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ചിരി അല്ലേ, എന്താ പറയുന്നത്, മറ്റുള്ള ആൾക്കാരുടെ ചിരിയാണെങ്കിലും ഒക്കെ നമുക്ക് അന്യം നിന്ന് പോവുകയാണ്, നമുക്കെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ദൈനംദിനമായിട്ടുള്ള അല്ലെ ദിവസങ്ങളായിട്ടുള്ള എന്താണ് യാന്ത്രിക ജീവിതത്തേക്ക് നാം നമ്മുടെ മനസ്സിനെ അലക്ഷ്യമായിട്ട് അലയാൻ വേണ്ടി വിടുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നമ്മുടെ മൈൻഡിനെ എന്താണ് മറ്റൊന്നിനും നിർത്താതെ എങ്ങോട്ടോ നിങ്ങൾ പോയി സഞ്ചരിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് വിട്ട് കളയുന്നു എന്നുള്ളതാണ് കവി പറയുന്നത്. ഓക്കെ, സോറി, കവിയിലെ എഴുത്തുകാരൻ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം അല്ലേ. എന്താ ഇവിടെ പറയുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ക്യാൻ ക്രൗഡ് ഔട്ട് ദ ഇൻഫീരിയർ മൈൻഡ്, ഈവൻ ദ ബോട്ടം ദാറ്റ് വി ഫ്ലീ ഹാസ് ഇറ്റ് യൂസസ്. We are forced to find our own means to overcome it എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മുടെ പുറത്തു നിന്നുള്ള അല്ലെ എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ, ബാഹ്യ പ്രേരണകൾ എന്ന് പറയും അല്ലേ, പുറത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള വന്ന് തിങ്ങി നിറയുന്ന കാര്യങ്ങൾ, മുഷിപ്പ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, എന്താ പറയുക, ഇൻറ്റീരിയർ മൈൻഡ് ഈവൻ ചാർജ് ഫ്ലീ ഹാസ് ഇറ്റ് യൂസസ് എന്നുള്ളതാണ്. ബാഹ്യ പ്രേരണകൾ, പുറത്തുനിന്നുള്ള പ്രേരണ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ വന്ന് തിങ്ങി നിറയണം. നമ്മുടെ മുഷിപ്പുണ്ടാക്കുന്ന ബാല്യകാല കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ മുഷിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് ശരിക്കും നമുക്ക് ഉപയോഗമുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അതിനും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്, ഒന്നും കളയേണ്ടതില്ല, അതിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്, അവയെ മറികടക്കാനുള്ള മാർഗങ്ങളുണ്ട് അല്ലേ. We are forced to find our own means to overcome it അല്ലേ. എന്താണ് അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ അല്ലേ, ഇത്തരത്തിലുള്ള അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളെല്ലാം തന്നെ ഇതിനുണ്ടെങ്കിലും അവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ നമ്മൾ നിർബന്ധമാക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ മാറ്റി മറിക്കാനുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. Not so long ago, I was on a trip and realized I had left my iPod behind അല്ലേ. എന്താ പറയുന്നത്, വളരെ മുമ്പല്ല, ഈ അടുത്ത കാലത്ത് വെച്ചാണ് ഞാനൊരു യാത്ര പോയി അല്ലേ. But then something else I noticed, the rhythms of the others again, the sounds of the airplane, the opinion of the taxi driver, the small social cues that had been obscured before. I noticed how others relaxed to each other, and I felt just a little bit connected again and a little more aware എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത്, അവിടെ വളരെ മുമ്പല്ല, ഈ അടുത്ത കാലത്ത് ഞാനൊരു യാത്ര പോയിട്ടുണ്ടായി. ആ യാത്ര പോയപ്പോൾ ഞാൻ എൻ്റെ ഐപോഡൊക്കെ മറന്നു വെച്ചിട്ടാണ് പോയത്. അപ്പോഴെങ്ങനെയോ മറ്റുള്ളവരുടെ ആ ഒരു താളങ്ങൾ ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ വിമാനത്തിൻ്റെ ശബ്ദമായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് ടാക്സി ഡ്രൈവറുടെ ശബ്ദമായിക്കോട്ടെ അല്ലേ, ടാക്സി ഡ്രൈവറുടെ ശബ്ദമായിക്കോട്ടെ, ആ ഒരു വിളികളായിക്കോട്ടെ, ഇതെല്ലാം എന്താണ് ഈ ഒരു ആശയവിനിമയം മറ്റു കാര്യങ്ങളും എല്ലാം എന്താണെന്നാണ് പറയുന്നത്, സമൂഹത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് മാറ്റുന്നതിനുള്ള ഒരു കാര്യമാണ്.
ആളുകൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ അങ്ങനെ ഐപോഡ് മറന്നു വെച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ സൗണ്ടുകളും ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ സമൂഹത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ ആ ഒരു മ്യൂസിക് വേൾഡിൽ മാത്രം തങ്ങി നിന്നു. തൻ്റെ ചുറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഐപോഡ് മാറ്റി വെച്ച സമയത്ത്, അതിൻ്റെ ഐപോഡ് മിസ്സിങ് ആയ സമയത്ത് ഞാൻ പുറത്തുള്ള ഓരോ ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സമൂഹത്തിൽ ഇങ്ങനെ ശബ്ദങ്ങളുണ്ട്, നമ്മളെപ്പോഴും അറിഞ്ഞും കേട്ടും കൊണ്ടേ ഇരിക്കണമെന്ന് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലേ. പിന്നെ എന്താണ്, ട്രൈ ഇറ്റ്, ദർ വാസ് എ വേൾഡ് ഔട്ട് ദർ ആൻഡ് ഇറ്റ് ഹാസ് എ സൗണ്ട് ട്രാക്ക് ഓൾ ഓൺ ഇറ്റ്സ് ഓൺ എന്നുള്ള പറയുന്നത്. എന്താണ്, നമ്മളോട് ചുറ്റും നോക്കാനാണ് പറഞ്ഞത് അല്ലേ. ട്രൈ ദർ വേൾഡ് ഔട്ട് ഹിയർ, നമ്മൾ ചുറ്റും നോക്കണം അല്ലേ. അവർക്ക് അതിൻ്റെതായ ഒരു സംഗീതവും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. എന്താണ്, ആൻഡ് ഇറ്റ് ഹാസ് എ സൗണ്ട് ട്രാക്ക് ഓൾ ഓൺ ഇറ്റ്സ് ഓൺ എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.